ആളുകളില്ലാത്ത ഒറ്റപ്പെട്ട ദ്വീപുകളിലും കടലിലും വനങ്ങളിലുമെല്ലാം കുടുങ്ങിപ്പോയ മനുഷ്യരെക്കുറിച്ചുള്ള ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ സിനിമയെപ്പോലും വെല്ലുന്ന ജീവിതമായിരുന്നു ജോസാൽവദോർ ആൽവരിങ്ക എന്ന യുവാവിൻ്റേത്. ദ്വീപിലല്ല, മറിച്ച് നടുക്കടലിലാണ് നീണ്ട 14 മാസം അയാൾ കുടുങ്ങിപ്പോയത്. അദ്ദേഹത്തിൻ്റെ അവിശ്വസനീയമായ അതിജീവന കഥ ഇങ്ങനെയാണ്. ഒരു സാൽവദോറൻ അല്ലെങ്കിൽ ബ്രസീലിയൻ മത്സ്യത്തൊഴിലാളിയായിരുന്നു ആൽവരിങ്ക. തൻ്റെ യാത്ര 2012 നവംബർ 17 തുടങ്ങിയതാണ് അദ്ദേഹം. 36-മത്തെയോ 37-മത്തെയോ വയസ്സിൽ 2014 ജനുവരി 30 അയാൾ നാട്ടിൽ തിരികെ എത്തുന്നത്. അതുവരെയുള്ള 14 മാസങ്ങൾ അയാൾ പസഫിക് സമുദ്രത്തിൽ ഒരു ബോട്ടിൽ കര കാണാനാവാതെ അലഞ്ഞു തിരിയുകയായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തെ കാണാതെയാവുന്നത്? എങ്ങനെയാണ് അദ്ദേഹം കടലിൽ അകപ്പെട്ടു പോകുന്നത്? നീണ്ട 1 വർഷക്കാലം എങ്ങനെയാണ് അദ്ദേഹം ജീവൻ നിലനിർത്തിയത്? ഒടുവിൽ അദ്ദേഹം എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ആ സംഭവങ്ങളൊന്ന് നോക്കാം. സാൽവദോർ എന്ന സ്ഥലത്താണ് ആൽവരിങ്ക ജനിച്ചതും വളർന്നതുമെല്ലാം. 2002 സാൽവദോറിൽ നിന്ന് മെക്സിക്കോയിലേക്ക് പോയ അദ്ദേഹം അവിടെ ഒരു മത്സ്യത്തൊഴിലാളിയായി 4 വർഷം ജോലി ചെയ്തു. എന്നാൽ 8 വർഷമായി കുടുംബവുമായി യാതൊരു ബന്ധവും അദ്ദേഹം പുലർത്തിയിരുന്നില്ല. 2012 നവംബർ 17 മെക്സിക്കോയിലെ ചിയാപ്പാസ് തീരത്ത് പിജിയായാപാടിനടുത്തുള്ള കോസ്റ്റ അസുൽ എന്ന മത്സ്യബന്ധന ഗ്രാമത്തിൽ നിന്ന് ആൽവരിങ്ക കടലിലേക്ക് മത്സ്യബന്ധനത്തിനായി യാത്ര പുറപ്പെട്ടു. 23 വയസ്സുള്ള എസേക്വിൽ കോർഡോബ എന്നു പേരുള്ള ഒരു സഹപ്രവർത്തകനോടൊപ്പമാണ് അദ്ദേഹം യാത്രയ്ക്ക് ഇറങ്ങിയത്. പരിചയസമ്പന്നനായ മത്സ്യത്തൊഴിലാളിയായ ആൽവരിങ്ക 30 മണിക്കൂർ നേരത്തെ ആഴക്കടൽ മത്സ്യബന്ധനമാണ് മനസ്സിൽ കണ്ടിരുന്നത്. ഈ സമയത്ത് സ്രാവുകൾ, മാലിൻ, ഓലപ്പുടവൻ എന്നിവയെ പിടിക്കാമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്. എന്നാൽ സാധാരണയായി അദ്ദേഹത്തിനോടൊപ്പം മീൻ പിടിക്കാൻ എത്താറുണ്ടായിരുന്ന ആൾക്ക് അന്ന് അദ്ദേഹത്തോടൊപ്പം ചേരാനായിരുന്നില്ല. അങ്ങനെ വലിയ അനുഭവസമ്പത്തൊന്നുമില്ലാത്ത കോർഡോബയുമായി പോകാൻ ആൽവരിങ്ക തീരുമാനിച്ചു. എന്നാൽ ആ സമയത്ത് കടലിൽ ഒരു കൊടുങ്കാറ്റുണ്ടായി. അത് നീണ്ടു നിന്നത് 5 ദിവസമാണ്. ആ കാറ്റിൽ അവരുടെ ബോട്ടിലെ മോട്ടറടക്കം പലതും തകരാറിലായി. 500 കിലോഗ്രാം മത്സ്യങ്ങളെ അവർ അന്ന് പിടികൂടിയിരുന്നു. മോശം കാലാവസ്ഥയിൽ ബോട്ട് കൈകാര്യം ചെയ്യാനായി അതിനെ ഉപേക്ഷിക്കാൻ അവർ ഇരുവരും നിർബന്ധിതരായി. റേഡിയോയുടെ ബാറ്ററിയുടെ ചാർജ് തീരുന്നതിന് മുമ്പ് ആൽവരിങ്ക തൻ്റെ ബോസിനെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു. കപ്പലുകളോ നങ്കൂരമോ ലൈറ്റുകളോ കരയുമായി ബന്ധപ്പെടാൻ മറ്റു വഴികളോ ഇല്ലാത്തതിനാൽ ബോട്ട് തുറന്ന സമുദ്രത്തിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. കൊടുങ്കാറ്റിൽ മത്സ്യബന്ധന ഉപകരണങ്ങളുടെ ഭൂരിഭാഗവും നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തു. ഒടുവിൽ ആൽവരിങ്കയും കോർഡോബയും വിരലിലെണ്ണാവുന്ന അടിസ്ഥാന സാധനങ്ങളും ഭക്ഷണങ്ങളും മാത്രം കപ്പലിൽ അവശേഷിച്ചു. ആൽവരിങ്കയുടെ ബോസ് തെരച്ചിൽ ആരംഭിച്ചു. എന്നാൽ 2 ദിവസത്തെ തെരച്ചിലൊടുവിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ബോസും സംഘവും തെരച്ചിൽ അവസാനിപ്പിച്ചു. അങ്ങനെ ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളുമായി. എന്തെല്ലാം കിട്ടുന്നുവോ അതിൽ നിന്നെല്ലാം ഭക്ഷണം കണ്ടെത്താൻ ആൽവരിങ്കയും കോർഡോബയും ശ്രമിച്ചു. അവർ മീൻ, ജെല്ലിഫിഷ്, ആമ ഇവയെല്ലാം പിടികൂടി. മഴ പെയ്യുമ്പോൾ ആ വെള്ളമാണ് അന്ന് ഇരുവരും കുടിക്കാൻ എടുത്തിരുന്നത്. എന്നാൽ മിക്കവാറും നേരങ്ങളിൽ അത് ലഭ്യമായിരുന്നില്ല. അങ്ങനെ തങ്ങളുടെ മൂത്രം വരെ കുടിച്ച് ദാഹം അകറ്റേണ്ടി വന്നു അവർക്ക്. എന്നാൽ ഏറെക്കുറെ 4 മാസമായപ്പോഴേക്കും കോർഡോബയ്ക്ക് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. പച്ചഭക്ഷണം കഴിച്ച് അദ്ദേഹത്തിന് അസുഖവും ബാധിച്ചു. അതുകൊണ്ട് തന്നെ ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ അദ്ദേഹം വിസമ്മതിക്കുകയും പിന്നീട് പട്ടിണി കിടന്ന് മരിക്കുകയും ചെയ്തു. അതോടെ ആൽവരിങ്കയ്ക്ക് ആകെ നിരാശ ബാധിച്ചു. കുറച്ച് ദിവസത്തേക്ക് ആത്മഹത്യ ചെയ്യണം എന്ന ചിന്ത അയാളെ വേട്ടയാടാൻ തുടങ്ങി. എന്നാൽ ആൽവരിങ്ക ഒരു കടുത്ത ദൈവവിശ്വാസിയായിരുന്നു. ആത്മഹത്യ പാപമായി കണക്കാക്കിയിരുന്നതിനാൽ മാത്രം അദ്ദേഹം ആ വഴി തിരഞ്ഞെടുത്തില്ല. താൻ മരിക്കുകയാണെങ്കിൽ തൻ്റെയും ശരീരം തിന്നുമോ എന്ന് കോർഡോബോ ആൽവരിങ്കയോട് മുൻപേ ചോദിച്ചിരുന്നു. അങ്ങനെ താൻ ഒരിക്കലും ചെയ്യില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിരുന്നു
കോർഡോബ. അതിനാൽ കോർഡോബയുടെ ശവശരീരം ബോട്ടിൽ തന്നെ സൂക്ഷിച്ചു അദ്ദേഹം. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുവെന്ന് മനസ്സിലായ ആൽവരിങ്കി ആ മൃതദേഹം കടലിൽ എറിഞ്ഞു കളഞ്ഞു. ആ സമയങ്ങളിൽ താൻ തൻ്റെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങളും വീട്ടുകാരെയും ആവർത്തിച്ച് സ്വപ്നം കണ്ടിരുന്നു എന്നും അദ്ദേഹം പിന്നീട് പറയുകയുണ്ടായി. പിന്നീട് താൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ ചില കണ്ടെയ്നർ കപ്പലുകൾ കണ്ടതായി ആൽവരിങ്ക അവകാശപ്പെട്ടു. പക്ഷേ സഹായാഭ്യർത്ഥന അവരുടെ ശ്രദ്ധയിലെത്താൻ കഴിഞ്ഞിരുന്നില്ല. ചന്ദ്രനെ നിരീക്ഷിച്ചാണ് അദ്ദേഹം സമയം കണക്കാക്കിയിരുന്നത്. അങ്ങനെ ഒരു ദിവസം തൻ്റെ 15ാമത്തെ ലൂണാർ സൈക്കിൾ എന്ന സമയപ്രകാരം കണക്കാക്കിയതിനു ശേഷം അദ്ദേഹത്തിന് ഒടുവിൽ കര കണ്ടെത്താനായി. മാർഷൽ ദ്വീപുകളുടെ വിദൂര കോണായിരുന്ന ഒരു ചെറിയ വിജനമായ ദ്വീപ് ഐസ്ലൻഡ് എന്ന ആ ചെറുദ്വീപിലെ കരയിലേക്ക് എങ്ങനെയോ ആൽവരിങ്ക എത്തപ്പെട്ടു. നാട്ടുകാരായ എമി ലിബോഗ്മെറ്റോയും റസൽ ലേക്ഡിക്കുമാണ് അദ്ദേഹത്തെ നഗ്നനായി കണ്ടെത്തുന്നത്. ആ കത്തിയും പിടിച്ച് സ്പാനിഷിൽ എന്തൊക്കെയോ അലറി വിളിച്ചുകൊണ്ട് ഓടി വരികയായിരുന്നു ആൽവരിങ്ക അപ്പോൾ. 2014 ജനുവരി 30 അദ്ദേഹം തൻ്റെ ബോട്ട് ഉപേക്ഷിച്ച് കരയിലേക്ക് നീന്തി അവിടെ തന്നെ ഉള്ള ദമ്പതികളുടെ ഉടമസ്ഥതയിലുള്ള ഒരു ബീച്ച് ഹൗസിൽ എത്തി. അപ്പോഴേക്കും ആ യാത്ര തുടങ്ങിയിട്ട് 438 ദിവസം കഴിഞ്ഞിരുന്നു. പിന്നീട് പോലീസ് എത്തുകയും അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. അപ്പോഴേക്കും തന്നെ ആൽവരിങ്കയുടെ ആരോഗ്യം അങ്ങേയറ്റം മോശമായിരുന്നു എന്ന് അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാർ അന്ന് പറയുകയുണ്ടായി. നിർജ്ജലീകരണം അദ്ദേഹത്തെ തളർത്തിയിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അന്നു മുതൽ തന്നെ അദ്ദേഹത്തിന് IV ഡ്രിപ്പ് നൽകി തുടങ്ങി ഡോക്ടർമാർ. അയാളെ വിറയ്ക്കുകയും നടക്കാൻ പറ്റാതാവുകയും ചെയ്തിരുന്നു. എന്നാൽ കുറേ വർഷങ്ങളായി ആൽവരിങ്ക തൻ്റെ കുടുംബവുമായി യാതൊരു ബന്ധവും സൂക്ഷിച്ചിരുന്നില്ല. അദ്ദേഹത്തിനെ കാണാതായതിനെ തുടർന്ന് അദ്ദേഹം മരിച്ചുവെന്നാണ് വീട്ടുകാർ കരുതിയിരുന്നത്. അതിനാൽ തന്നെ അദ്ദേഹം തിരികെ വന്നതിൽ അവർക്ക് അങ്ങേയറ്റം സന്തോഷമായി. എങ്കിലും ഇത്രയും നീണ്ട കാലം ആർക്കെങ്കിലും ഇങ്ങനെ ജീവൻ നിലനിർത്താനാവുമോ എന്ന സംശയം അന്ന് ഒരുപാട് പേർ പ്രകടിപ്പിച്ചു. അതിനെ ചൊല്ലി ഒരുപാട് പഠനങ്ങളും നടക്കുകയുണ്ടായി. എന്നാൽ എല്ലാ തെളിവുകളും ആൽവരിങ്ക പറഞ്ഞത് സത്യമായിരുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു. അദ്ദേഹത്തോട് സംസാരിച്ച ശേഷം ആ കഥ പിന്നീട് പുസ്തകരൂപത്തിൽ ഇറങ്ങുക പോലുമുണ്ടായി. അതിനിടെ തങ്ങളുടെ മകൻ്റെ ശവശരീരം വിശന്നപ്പോൾ ആൽവരിങ്ക തിന്നു തീർത്തുവെന്ന് പറഞ്ഞ് കോർഡോബയുടെ വീട്ടുകാർ അന്ന് കേസ് കൊടുത്തു. എന്നാൽ ആൽവരിങ്കയും അദ്ദേഹത്തിൻ്റെ വക്കീലും ഈ കേസ് നിഷേധിച്ചു. പിന്നീട് കോർഡോബയുടെ അമ്മ വിതുമ്പലോടെ ആൽവരിങ്കയെ അശ്ലേഷിക്കുന്ന ചിത്രവും അന്ന് പകർത്തപ്പെടുകയുണ്ടായി. ഏതായാലും അന്ന് ആൽവരിങ്കയുടെ അതിജീവന കഥ വലിയ വാർത്ത തന്നെയായിരുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റ് കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.